ദൈവമായിട്ട് കാണിച്ചെന്ന വഴിയാ. അത് ദൈവത്തിലേക്കുള്ള വഴിയാവാതിരുന്നാ മതിയായിരുന്നു. നീ കുതിര പുറത്ത് പോയാ മതി. കുതിര ഓടിക്കാൻ എനിക്ക് നല്ല തെരിയല്ലേ? ചിന്ന രാജ മാതിരി. ഇതിന് എന്നെക്കാൾ ഹൈറ്റ് ഉണ്ടല്ലോ. ഇതിന്റെ പുറത്ത് എങ്ങനെ കേറും? അപ്പൊ നിനക്ക് കുതിര സവാരി അറിയാന്ന് പറഞ്ഞു? കുതിരക്ക് സവാരി അറിയാലോ, നമുക്കറിയില്ലെങ്കിലും. ദൈവമേ, നിന്റെ അടുത്തേക്ക് ഞങ്ങൾ ഇതാ കുതിരപ്പുറത്ത് ഏറി വരുന്നു. നീ എന്താ കുതിരപ്പുറത്തിരുന്ന് ഹോൺ അടിക്കണ? കുതിരോട് പോവാൻ പറഞ്ഞതാ. നിന്റെ തലയിലെന്താ കറച്ചിട്ടിയാ? ആയിരുന്നു. ഇപ്പൊ ഇത് ഹെൽമെറ്റാ. വീണാ തലക്കൊന്നും പറ്റില്ലല്ലോ. ഓ, രണ്ടും കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണല്ലോ. ഇതെന്താ പുല്ലിന്റെ പുറകെ പോണത്? പുല്ലിന്റെ പുറകെയല്ല, പെണ്ണിന്റെ പുറകെയാണ്. വളക്ക് വളക്ക്. ഇനി ആ പെണ്ണിനെ വളച്ചിട്ടാണ് അടിയിട്ടെ. പെണ്ണിനെ വളക്കാനല്ല, കുതിരനെ വളക്കാൻ. ഓ, ഇതെന്താടാ ഇന്ത്യക്കാര് വിട്ട ഉപഗ്രഹം പോലെ ഒരു അനുസരണ ഇല്ലാതെ നടക്കണത്? അപ്പൊ നിലത്ത് വീഴുന്ന ഉറപ്പായല്ലേ? മുറുക്കെ പിടിച്ചോ. ആരോടാ? എന്നോട് ഞാൻ തന്നെ പറഞ്ഞതാ. പോണു. ഇതെന്താണ് ഈ കുതിര ഇങ്ങനെ വട്ടം കിടക്കണത്? ഇനി ഇതിനെ കുതിരവട്ടത്തുനിന്ന് കൊണ്ടുവന്നതാണോ? ഈ കുതിരേനെ ഇനി എങ്ങനെ നിർത്തൂടാ? വെള്ളം കാണിച്ചാ മതിയടാ. വെള്ളം കണ്ട കുതിര നിക്കൂ? കേട്ടിട്ടില്ലേ? ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാ നിക്കും കുതിരാന്ന്. വീഴ്ത്തല്ലേ വീഴ്ത്തല്ലേ. നീയോ ചാവാൻ നടക്കണ്, എന്നെ കൂടി കൊലക്കൊടുക്കണ എന്തിനാ? നീ എന്റെ പാർട്ട്ണർ അല്ലടാ ദേവി. ഇങ്ങനെ ഒരു പാർട്ട്ണറെ വേറെ ആർക്കും കൊടുക്കല്ലേ. ഇല്ല, ആർക്കും കൊടുക്കില്ല. നിനക്ക് തന്നെ ആരാട്ടാ? ഈശ്വര, ഇങ്ങനൊരു കാഴ്ച ഞാൻ ആദ്യമായിട്ട് കാണുക. ചേട്ടാ സൂക്ഷിച്ച് സൂക്ഷിച്ച്. നീ ആ തൂണ് കണ്ട? ഞാൻ കണ്ടു, പക്ഷെ കുതിര കണ്ടോന്ന് അറിയില്ല. നിന്നടാ. ഒരു കുതിരപ്പുറത്ത് 2 കഴുതകൾ. അപൂർവ കാഴ്ചയാ. ആണായി പറഞ്ഞവരാരും ഇല്ലേ ഈ വീട്ടിൽ? എന്താ? ആരെങ്കിലും ഒന്ന് വിളിക്ക്. ആരോഗ്യമുള്ള ആരെങ്കിലും ഒന്ന് വിളിച്ചാ മതി. എന്താടാ? നീ തികയില്ല. ഇവിടുത്തെ തടിമാടന്മാരില്ലേ, അവരെ വിളിക്ക്. നീ ഇതെന്തിനുള്ള പുറപ്പാടാ? കുതിരപ്പുറത്തൊന്ന് അംഗം വെട്ടാൻ. ഇത് പുത്തൂരം വീടല്ല. എന്നടാ എന്നടാ ഇങ്ങ കലാട്ടാ? ഇങ്ങ വാ. എന്നടാ? ഒന്ന് ഇറക്കി തരൂ. ഞങ്ങളൊന്ന് താഴെ ഇറക്കി തരൂ. ഓ, അതാണോ കാര്യം? അത് ഈസി അല്ലേ? ഇപ്പൊ ഇറക്കി തരാം. ഇത് വെറും കുതിരയല്ലടാ, ടിപ്പർ കുതിരയാ. കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് നമ്മൾ അൺലോഡ് ചെയ്തത്. അതെ, താൻ ഈ കുതിരനെ പൊക്കാൻ വേണ്ടി എന്ത് കൊണാപ്പാ ചെയ്തത്? അത് നിസാരം. അതിന്റെ പൊക്കിളിന്റെ താഴെ ഒന്ന് ഇക്കിളിയാക്കി കൊടുത്താ മതി. എന്നാ എന്റെ പൊക്കിളിന്റെ താഴെ ഒന്ന് ഇക്കിളിയാക്കിയേ. എനിക്കും പൊങ്ങാൻ പറ്റണില്ല. അതെവിടെ? എന്താ? അത് പൊക്കിളല്ല, പിന്നെ അത് കപ്പിളാ. കറുപ്പയ്യ. കറുപ്പായ ഈ ചട്ടിയുടെ കരിയായതായിരിക്കും. കറുപ്പയ്യ. എന്താ ഇവിടെ? യാറാ നീങ്ക? പാണ്ഡിതുരണ്ണൻ അയച്ചതാ. ഞങ്ങള് ആ 30 ഏക്കർ സ്ഥലത്തിന്റെ കാര്യത്തിനൊരു പരിഹാരം കാണാൻ മുതലാളിയോട് ഒന്നങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എങ്ങനെ? ആ 30 ഏക്കർ സ്ഥലത്തിന്റെ കാര്യത്തിനൊരു പരിഹാരം കാണാൻ മുതലാളിയോട് ഒന്നങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. കേട്ടില്ലേ? കോട്ടയത്തൊരു മൂത്ത പുള്ളേച്ചൻ 90. പാട്ട് പറഞ്ഞോളാ പട്ടി. പറഞ്ഞിട്ട് കേൾക്കണില്ല, പാടി കേൾപ്പിക്കാന്ന് വിചാരിച്ചതാ. ഇനി ഉറക്കെ പറഞ്ഞോളാം. ആ 30 ഏക്കർ സ്ഥലത്തിന്റെ കാര്യം സംസാരിക്കാൻ മുതലാളിയോട് ഒന്നങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ஏங்க பாவம் ஏன் கிண்டல் பண்றீங்க? சொல்ல வந்த விஷயம் என்னமோ அதை சொல்லிட்டு சீக்கிரமா போங்கப்பா. ആ സ്ഥലം വാങ്ങിയ മലയാളി ആരായാലും ഞങ്ങൾ കണ്ടുപിടിക്കാം. അയാളിൽ നിന്ന് ആ സ്ഥലം മുതലാളിയും അണ്ണനും കൂടി ഷെയർ ചെയ്ത് വാങ്ങിയ പിന്നെ 2 കൂട്ടർക്കും വെള്ളത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. മാത്രമല്ല, ഇതേ തുടർന്നുള്ള എല്ലാ പ്രശ്നങ്ങളും തീരുകയും ചെയ്യും. എല്ലാ പ്രശ്നങ്ങളും തീരും. എടാ, നിന്റെ പാണ്ഡിത്തറ അണ്ണനോട് പറ, ഇവിടെ വന്ന് എന്റെ കാല് പിടിച്ച് കരഞ്ഞു മാപ്പ് പറയാൻ. കാല് പാണ്ഡിതുരണ്ണനും ഉണ്ടല്ലോ. മുതലാളി അവിടെ വന്ന് പിടിച്ചാലും മതി. ഇനി കിട്ടണത് നീ മേടിച്ചോ? അവന്റെ എച്ചിൽ നിന്നിട്ട് ഈ മുറ്റത്ത് വന്ന് കുരയ്ക്കുന്നോടാ നായേ. താങ്ക് യു, താങ്ക് യു. മുഖത്തെന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ വെളുക്കാൻ രക്തേന്ദ്രം പുരട്ടിയതാണെന്ന് പറഞ്ഞാൽ മതി. താങ്ക് യു. പേടിക്കണ്ട, തുണിയിട്ടുണ്ട്. പുറത്തിറങ്ങണ്ട. എന്റെ അമ്മ പറഞ്ഞതനുസരിച്ച് ആ സ്ഥലത്തിന്റെ പ്രശ്നം പറഞ്ഞു തീർക്കാൻ ഞാൻ ആളെ വിട്ടു.
ആ ആളെ നീ അവമാനിച്ചു വിട്ടില്ലേ? നീ ഇനി സംസാരിക്കണ്ട. എടേ, നീ അയാളുടെ മോളില്ലേ? ഈ ഇറങ്ങടിക്കീളെ. നീ സംസാരിച്ചാ മതി. ഈ പ്രശ്നം പറഞ്ഞു തീർക്കാതെ നീയോ നിന്റെ അച്ഛനോ എവിടെ പോകില്ല. പേസടി, പേസടി, പേസ. Okay. Let us talk about your bloody 30 acres land. Talk about your bloody 30 acres land. Come on. Come on, man. டேய் பாண்டி, என்னடா பேசுடா, பேசி. உனக்கு தெரியுமாடா இது ஏபிசிடிடா. டேய் நீ ஊருக்கு பெரியவன் தானே, நீ பயங்கரம் தானே, பேசடா. மோளே இங்க வா, பேசி முடி. டேய் பாண்டி, എന്റെ മോള് ഡിഗ്രിയാണടാ, ഡിഗ്രി. വീട്ടിൽ ഞങ്ങൾ ഇംഗ്ലീഷിലെ പേശാറുള്ളൂ. ഇടാ സ്കൂളിന്റെ പഠിച്ച കുട്ടി ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ? ചൊല്ലടാ, ചൊൽ. Excuse me. What's happening here? What's the matter? നിനക്ക് ഇംഗ്ലീഷ് അറിയോ? അപ്പൊ പതിൽ ചൊല്ലടാ, ചൊല്ല്. Hey, old man. What's going on here? What's wrong with you? Hey, come on, man. Hey, let's talk about the 30 acres of land. The bloody 30 acres of land. Hey, Humpty Dumpty sat on a wall. Twinkle, twinkle, little star. How I wonder what you are. Hey! വണ്ടി എടുക്കട്ടെ മോളെ. Hey, madam, you know one thing? Once upon a time, there was a lion lived in the dense forest. His name is Pandidure. अबे सुन, पांडितुर अन्ना और मैं जो कहते हैं वही हम पे चलेगा. हिंदी अन्ना. वो 30 एकड़ जमीन है ना, वो अन्ना की है. सिर्फ अन्ना की है. समझा? समझा बेटी? ഈ ഹിന്ദിക്ക് മറു ഹിന്ദി പറഞ്ഞില്ലെങ്കിൽ എന്റെ പേര് കർപ്പയ്യ എന്നല്ല, നീ ചെറിയ നുള്ളിക്കോ. വാ മോളെ, കൈയടിക്കടാ. ഒന്നാണോ സ്നേഹം കാണിക്കുന്നത്? അവനല്ലേ ആ ഇംഗ്ലീഷ് പറഞ്ഞ തണ്ടി, അവനെ കുറിച്ച് നീ അന്വേഷിച്ചോ? പിന്നെ എല്ലാം കിട്ടി. എങ്കി പറയടാ. അവനൊരു മലയാളിയാ, പാണ്ഡിതുരയുടെ അടുത്ത് പുതുതായിട്ട് വന്നവൻ. ഇതാണോടാ നീ കണ്ടുപിടിച്ച ആനക്കാര്യം? ഓഹോ, അതും ലീക്ക് ഔട്ടായോ? എടാ മണ്ട, എന്തോ അവനെ കുറിച്ച് കൂടുതൽ അറിയണം. വെറുതെ ഒരുത്തൻ ഒരു ദിവസം അങ്ങനെ പൊട്ടിമുളയ്ക്കത്തില്ല. ആത്മാക്കളെ അനുഗ്രഹിക്കണേ. എന്നാ പിടി. വേണ്ട. പിടി. ഇതെന്താ എന്നും ആത്മാക്കളോട് പ്രാർത്ഥിച്ചിട്ട് ഗ്ലാസ് എനിക്ക് തരുന്നത്? നിനക്ക് ശരീരമില്ലല്ലോ, ആത്മാവ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നീ കുടിച്ചാലും മതി. കുടി. വേണ്ട. കുടിയടാ. ആ പവനൻ. പവനനല്ല, പുവനൻ. ആനനൻ. അവൻ ആരായാലും അവനെ എന്തിനാ ഈ മണ്ണിൽ നട്ടതെന്ന് എനിക്കറിയണം. മുതലാളി, എന്താടാ? നമുക്കൊരു ഫ്രിഡ്ജ് മേടിച്ചാലോ? എന്തിനാടാ? ഐസ് ഇടാതെ അടിച്ചിട്ടൊരു സുഖമില്ല. നിന്റെ അച്ഛൻ അവനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ചിലപ്പോ നിന്നെ കെട്ടിച്ചു കൊടുക്കാനാവും. ഈ മുത്തശ്ശിക്ക് എന്താ? യോ, ഇതെന്താ ഹൈ ഹീൽസോ? പൊക്കം പോരാ. വയസ്സാം കാലത്തെ അഭ്യാസമൊക്കെ വേണോ മുത്തശ്ശി? നിനക്കെന്താ എത്ര കുശുമ്പ്? ഇത്ര വയസ്സുവരെ ഇടാവൂന്ന് ഈ ചെരുപ്പിൽ എഴുതി വെച്ചിട്ടുണ്ടോ? പക്ഷെ ഒരു കാര്യം നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, നിനക്ക് അവന് ഇഷ്ടമാണെന്ന്. ഇഷ്ടോ? എനിക്കോ? ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ അവനെ നീ അന്ന് അത്ര ഉപദ്രവിച്ചത്? പിന്നെ ഇഷ്ടം വന്ന ആരെങ്കിലും ഉപദ്രവിക്കൂ? നീ അങ്ങനെയാ. ഇഷ്ടം കൂടുമ്പോഴല്ലേ നീ എന്നെ പിച്ചയോ മാണ്ടോ ഒക്കെ ചെയ്യുന്നത്. ഇപ്പൊ എന്നേക്കാളും ഇഷ്ടം നിനക്ക് അവനെയാ. ആണോ? എന്നാ അങ്ങ് സഹിച്ചാ മതി കേട്ടോ. സത്യം. അവിടെ സത്യം പറച്ചിൽ തുടങ്ങിയെന്ന് തോന്നുന്നു. ഇത് ചോളം വിറ്റതെന്ന് ഇസ്കിയ കാശ്, ഇത് കരിമ്പ് വിറ്റതെന്ന് ഇസ്കിയ കാശ്, ഇത് താറാവ്. ഇന്ന് ഇത്ര ഇസ്കിയല്ലോടാ? ഉണ്ട് ഉണ്ട്. ഇത് കോഴി വിറ്റതിന്റെ, ഇത് തേങ്ങ വിറ്റതിന്റെ. എന്താടാ? തേങ്ങ മുതലാളിയുടെ അല്ല, മുത്തൂന്റെ പറമ്പില്.
എടാ 2 തുള്ളി കള്ളി എന്നാ നിന്റെ ഉള്ളിലുള്ളതെല്ലാം പുറത്തു വരും. പിന്നെ എന്തിനാടാ മോട്ടിക്കുന്നത് മണ്ട? മണ്ടൻ ആരാ മണ്ടൻ? ഞാൻ എന്തിനാ മോട്ടിക്കുന്നത്? കള്ള് കുടിക്കാൻ. മുതലാളി എന്താ ചെയ്യുന്നത്? എന്നും എനിക്ക് കള്ള് തന്നിട്ട് സത്യം പറയിപ്പിക്കും. ഞാൻ ഷാപ്പിൽ കൊടുക്കാനുള്ള കാശ് മുതലാളിക്ക് തരും. എനിക്ക് ഷാപ്പിലേക്കുള്ള യാത്ര ലാഭം. വാട്ടീസ് എനിക്ക് വീട്ടിൽ കിട്ടും. ഇപ്പൊ പറ ആരാ മണ്ടൻ? എന്നാ മുത്തുവിന്റെ തേങ്ങയുടെ കാശ് താൻ ടിപ്പായിട്ട് എടുത്തോടോ മരമണ്ട. ഓ തിരുമണ്ട. ചിക്കൻ ഫ്രൈ, വെള്ളം. നീ രക്ഷപ്പെട്ടു. അണ്ണന് നിന്നെ അത്രക്ക് പിടിച്ചു. അല്ലാണ്ട് ഒരിക്കലും ഇവിടെ ഇരുത്തി തീറ്റ തരില്ല. വേഗം ചാപ്പിട്ടോ, അല്ലെങ്കിൽ ഇതുവരെ ചാപ്പിട്ടതെല്ലാം സൂപ്പാക്കി പുറത്തു വരുത്തും. നീ എതുവരെ പഠിച്ചിട്ടുണ്ട്? MA വരെ പഠിച്ചു. MA വരെ പഠിച്ചിട്ടുണ്ടോ? ஏண்டா அவ்வளோ பெரிய படிப்பு படிச்சுட்டு எதுக்குடா இந்த வேலை பண்ற? അതായത് ഇവൻ പെരിയ വീട്ടു പുള്ളിയായിരുന്നു. ഇത്തിരി ദാരിദ്ര്യം വന്നു. MA കൊണ്ട് വിശപ്പ് മാറില്ലല്ലോ. MA വരെ പഠിച്ച ഒരു ആൾ இந்த ஊர்ல இல்ல. അതുകൊണ്ട് ഇവിടെ ദാരിദ്ര്യം ഇല്ല. வாய மூடுறா புறம்போக்கு. எவ்வளவு பெரிய ஆளு. ஐயோ நீ இருக்கு பணக்கார இல்லடா, படிச்சவன் தான் பெரியவனா. இனி நீ அடி இடி கூண்டா பண்ணி ஒண்ணும் செய்யண்டா. ஏய் புறம்போக்கு, சொன்னது புரிஞ்சதில்ல? அந்த கால கிட்ட சொல்லிடு. நீ படிச்சவன் இல்ல, படிச்சுக்கணும், மதிக்கணும். அப்புறம் நீ கொஞ்சம் எனக்கு இங்கிலீஷ் படிப்பிக்கணும். എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം. നീ എനിക്ക് വാദ്യാർ. അയ്യോ വേണ്ട, ഞാൻ പഴയ പണി ചെയ്തോളാം. ഞാനിത് ഊർക്ക് പുതുസ്. നീ വാദ്യാർ. വാദ്യാർ ആശീർവദിക്കണം. അമ്മ நல்ல புத்தி சொல்லி கொடுறா. മംഗളേശ്വര ഭവന്തു. അയ്യോ ശിഷ്യ കോഴി. സോറി. വാദ്യാർ മതിക്കണോ?